ഹായ് കൂട്ടുകാരെ, ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബേക്കിംഗ് വീഡിയോയും അല്ല, ഒരു കുക്കിംഗ് വീഡിയോയും അല്ല ചെയ്യാൻ പോകുന്നത്. ഞാനൊരു വാക്വം ക്ലീനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ വാങ്ങിയ വാക്വം ക്ലീനർ ഇതാണ്. ഇത് ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ. ഫിലിപ്സിൻ്റെ പ്രീമിയർ പ്രോ കോമ്പാക്റ്റ് ബാഗ്ലെസ് വാക്വം ക്ലീനർ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ആക്സസറീസ് ഒക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്വം ക്ലീനർ. അതിന് ഒരു ബ്ലാക്കും റെഡും കൂടെ കലർന്നിട്ടുള്ള കളറാണ് വരുന്നത്. അപ്പോൾ ഇത് ബാഗ്ലെസ് ആണ്, ബാഗില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊരു ഡസ്റ്റ് കണ്ടെയ്നർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഫിലിപ്സ് കൊടുത്തിരിക്കുന്ന ഈ ഒരു വയറിന് 5 മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് 5 മീറ്റർ വരെ ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇനി ഈ വയറ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് കുടുങ്ങാതിരിക്കും കേട്ടോ. പിടിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് ഇത് കണ്ടോ, ഈ വയറ് ഇതേപോലെ പോയിട്ട് അങ്ങ് നിന്നോളും കേട്ടോ. ഇവിടെയുള്ള ബട്ടൺ അമർത്തി പിടിച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഈ ബാഗ് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങ് അടഞ്ഞിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലേക്കാണ് ഡസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് ഈർപ്പൊന്നുമില്ലാതെ തുടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇതിനൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ നീല ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഊരി കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ടയർ കൊടുത്തിട്ടുള്ളത് ഒരു റബ്ബർ ടൈപ്പാണ് കേട്ടോ. അപ്പം ഇതുപോലെ റോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ അനായാസേന ഏത് സ്ഥലത്തൂടെയും നമുക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. ഇനി ഫിലിപ്സ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഒരു മീറ്റർ പൈപ്പാണ്. ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയെടുക്കാം നമുക്ക്. ഇത് ഈ സോഫയുടെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഇതുപോലെ ഫിറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പൈപ്പിന് 10 ഇഞ്ച് ലെങ്ത്ത് വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 10 ഇഞ്ച് നീളം വരെ ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലും അതുപോലെ തന്നെ താഴെയൊക്കെയുള്ള ഡസ്റ്റൊക്കെ തുടയ്ക്കുമ്പോൾ നമുക്ക് കുനിയാതെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ പൈപ്പ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫിലിപ്സ് തന്നിട്ടുള്ളത് ഒരു മൾട്ടി ക്ലീനർ നോസിലാണ്. ഇത് നമുക്ക് നോർമൽ ഫ്ലോറും അതുപോലെ തന്നെ കാർപ്പറ്റും ഒക്കെ ക്ലീൻ ആക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതാണ് ഇതിൻ്റെ കണക്ഷൻ പൈപ്പ്. ഈ പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാക്വം ക്ലീനർ ഉപയോഗിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളയ്ക്കാനും ഒടിക്കാനും ഒക്കെ അനായാസേന പറ്റും കേട്ടോ. ഈ പൈപ്പിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് നമുക്ക് ടേബിൾ ടോപ്പൊക്കെ വൃത്തിയാക്കാൻ നല്ലതാണ് കേട്ടോ. ഈ മീറ്റർ പൈപ്പിൻ്റെ 2 ഭാഗത്തും ഇതുപോലെ ഓരോ ബട്ടൺ ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഇതിലൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് ഊരിയെടുക്കണമെങ്കിലും അതുപോലെ തന്നെ ഇതൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങ് ഊരി കിട്ടും. ഈ വാക്വം ക്ലീനർ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം ഇതിന് നെഗറ്റീവായിട്ട് ഒത്തിരി ഒന്നും പറയാനില്ല. എന്നാലും ഒരു 90% നല്ല പെർഫോമൻസ് തന്നെ ഇത് കാഴ്ച വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഓൺലൈനായിട്ടല്ല വാങ്ങിയത്. ഞങ്ങളിവിടെ കൽപ്പറ്റയിൽ ഈ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ 11,000 ചില്ലറയാണ് ഇതിൽ പ്രിൻറ്റ് വില കൊടുത്തിട്ടുള്ളത്. 10,000 സംതിങ് ആണ് നമ്മൾ കൊടുത്ത വില കേട്ടോ. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇതിൽ കുറച്ച് കിട്ടുമായിരിക്കും. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നല്ല വാക്വം ക്ലീനറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വിലയും അതുപോലെ തന്നെ മോഡൽ നമ്പറും ഞാൻ പറയാൻ മറന്നു പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.